ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു മൈ അനദർ കുട്ടി വ്ളോഗ്. ഈ വ്ളോഗ് ഭയങ്കര ചെറുതായിരിക്കും. ഈ വ്ളോഗിലിടാൻ എന്തെങ്കിലും കണ്ടൻറ് ഉണ്ടാവുമെന്ന് തന്നെ എനിക്ക് ഉറപ്പില്ല. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തു. ഇത് എൻ്റെ ചേച്ചിയുടെ ഷർട്ടാണ്. ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നപ്പോഴത്തേക്ക് തന്നിട്ട് പോയതാണ്. ചേച്ചിയുടെ ഷർട്ടൊക്കെ ഇട്ടു. എൻ്റെ ബാഗാണ്, ബാക്കിയുള്ള എൻ്റെയാണ്. ഷർട്ട് മാത്രം ചേച്ചിയുടെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും റെഡിയായി. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് ഞാൻ ഇൻസ്റ്റയിൽ കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇൻസ്റ്റയിൽ റീച്ച് ആവാൻ വേണ്ടിയിട്ട് കൺസിസ്റ്റൻ്റായിട്ട് പോസ്റ്റ് ചെയ്ത് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. അപ്പോൾ കഴിഞ്ഞ 3 ദിവസമായിട്ട് 2 ഫോട്ടോയും ഒരു റീൽ വീതം ഞാൻ ഇത്രയും ദിവസം ഇട്ടു. പക്ഷേ ഇന്ന് ആയപ്പോഴത്തേക്കും കണ്ടൻറ് ഒന്നുമില്ല. അപ്പോൾ കഴിഞ്ഞ 3 വീഡിയോ വീട്ടിനുള്ളിൽ വെച്ച് തന്നെ എടുത്ത എൻ്റെ തട്ടിക്കൂട്ടിയ വീഡിയോ ഫോട്ടോയൊക്കെ ആയതുകൊണ്ട് ഇന്നൊന്ന് അറ്റ്ലീസ്റ്റ് പുറത്തെങ്കിലും ഇറങ്ങി ഇൻഡോറും ഔട്ട്ഡോറെങ്കിലും ഒരു വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ റെഡിയായി. ഇപ്പോൾ എൻ്റെ അനിയൻ്റെ ഫ്രണ്ട്സ് വരും. അപ്പോൾ അവരുടെ കൂടെ പുറത്ത് പോയിട്ട് ഏതെങ്കിലും ലൊക്കേഷനിൽ പോയിട്ട് ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ബൂസ്റ്റർ കഫേലെങ്കിലും പോയിട്ട് ഫോട്ടോയും വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇറങ്ങാണ്. അപ്പോൾ ബാക്കി നമുക്ക് പോയിട്ട് നോക്കാം. ബൈ ബൈ. ഇത് കണ്ടൻറ് ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ ഇങ്ങനെ തന്നെ പറഞ്ഞു പോകും. ടാറ്റാ. അപ്പോൾ ഞാൻ മുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബാഗിനകത്ത് ആക്ച്വലി ചീപ്പും ബാക്കി സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. ഹെയർ ക്ലിപ്പും എല്ലാം എടുത്തിട്ടുണ്ട്. ലെറ്റ്സ് സീ. ഇതാണ് ഡിക്സൺ. ഡിക്സൺ എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാണ്. ഞാനും ഡിക്സനും LKG തൊട്ടാണോ അതോ അംഗനവാടി തൊട്ടാണോടാ? ഡിക്സൺ ഇങ്ങോട്ട് വരൂ. ഡിക്സൺ കമോട്ട്. ഞാനും ഡിക്സനും അംഗനവാടി തൊട്ട് സ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ്. പക്ഷെ 3ാം ക്ലാസ് എത്തിയപ്പോൾ ഞങ്ങൾ പിരിഞ്ഞു. ഞങ്ങൾ എങ്ങനെ പിരിഞ്ഞു? കഥയിൽ ടെസ്റ്റ് ഗൈസ്. അംഗനവാടി തൊട്ട് 3ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചിട്ട് ഞങ്ങൾ 3ാം ക്ലാസ് വെച്ച് പിരിഞ്ഞു പോയി. അതിന്റെ കാരണം 3ാം ക്ലാസ്സിൽ ഡിക്സൺ തോറ്റുപോയി. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിക്സന്റെ അച്ഛൻ പറഞ്ഞു, ഡിക്സൺ മോനെ നിനക്ക് അവരോടത്തി കളിക്കാൻ പോണെങ്കിൽ മോൻ ഒന്നുകൂടെ ആ ക്ലാസ്സിൽ ഇരിക്കണോന്ന്. പാവ ഡിക്സൺ പണ്ട് കളിക്കേണ്ട ആഗ്രഹം കൊണ്ട് ഡിക്സൺ ആ ക്ലാസ്സിൽ തന്നെ ഇരുന്ന്. അപ്പൊ മനസ്സിലായി തോറ്റുകൊണ്ടാണ് മന്ദബുദ്ധിയായിരുന്നു അന്ന്. അപ്പൊ എന്തായാലും ഡിക്സൺ പിന്നെ ആ ക്ലാസ്സിലേക്ക് വന്നില്ല. അങ്ങനെ ഞാൻ ഡിക്സനേക്കാളും ഒരു ക്ലാസ് മേളിൽ പോയി പഠിച്ച് വളർന്ന് വലുതായി ജോലിയൊക്കെ ആയി. ഡിക്സൺ ഇപ്പോഴും ഇടക്കത്തല്ല. ഇപ്പൊ എന്താണ് ചെന്ന നാട്ടിലെന്താണ് അതായത് ഇവൻ എന്നോട് പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് എന്റെ പ്രായമുള്ള ഒരാളെ പോലെ ആയിരുന്നു ഇവനെ തോന്നുന്നത്. പക്ഷെ ഇപ്പം എന്റെ അനിയന്റെ കൂടെ കൂട്ടിയിട്ട് എനിക്ക് ഇവൻ അനിയന്റെ കൂടെ പഠിച്ചു വളരുന്ന ഏതോ ഒരാളായിട്ടാണ് തോന്നുന്നത്. ആ ഒരു പ്രായമൊക്കെ ഞാനിപ്പോ ഇവന് കാണുന്നുള്ളൂ. അപ്പൊ ഞാൻ നിന്റെ കോസ്റ്റ്യൂം ഒന്ന് കാണിക്കോ ഡിക്സ? അതായത് ഞാൻ ഫുള്ള് റെഡിയൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഇവൻ ആ വീടിന്റെ അവിടെ കണ്ട് വാങ്ങി നോക്കി നിൽക്കുന്നത്. എന്ത് ഈ ഡ്രസ്സ് മതിയോന്ന് ചോദിച്ചിട്ട് കാറി ചാടി കയറിയതാണ്. പുറത്തിറങ്ങുമ്പോ എന്തായാലും ഇവന്റെ കോസ്റ്റ്യൂം ഫുള്ളാണ്. വീട്ടിൽ ഇട്ടിരിക്കുന്ന ഒരു ടീഷർട്ടും ഇടുന്ന ഷോർട്സ് അല്ലേ? അതെല്ലാം എന്താ ചെയ്തോടെ? അതാണ് ഇട്ടേക്കുന്നത്. ഗൈസ്, അപ്പൊ ഇന്ന് നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് ഗൈസ്? എങ്ങോട്ടാണ് പോകുന്നത്? പിന്നെ ഫോട്ടോ എടുക്കാനല്ലേ പോകുന്നത്. എടാ എങ്ങോട്ടാ പോന്നെ? ഫസ്റ്റ് പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചായ കുടിക്കണം. ചായ കുടിച്ചിട്ട് അവിടെ ഇരുന്ന് 2-3 ഫോട്ടോസ് എടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെയിൽവേ ക്രോസ് ഉണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ ട്രെയിൻ വരുമ്പോ റീൽസ് എടുക്കാം. അപ്പൊ നമ്മൾ അവിടെ പോയി റീൽസ് എടുക്കും. ആ റീൽസ് നിന്റെ കൂട്ടുകാരിൽ പകുതി പേര് ഇപ്പൊ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. അതേ റീൽസ് തന്നെ ഞാനും ഇടണം. അതേ റീൽസ് തന്നെ നീയും ഇടും. ഇതാണ് ഗൈസ്. എന്ത് ചെയ്യണാണ്? വേറെ കണ്ടന്റ് ഒന്നുമില്ല. എല്ലാവർക്കും ഒരേ കണ്ടന്റ്. ആരെങ്കിലും ഏതൊരു സ്ഥലത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ അതേ സ്ഥലത്ത് നിന്ന് ബാക്കി 10-15 പേര് ഫോട്ടോ എടുത്തിട്ട് അതേപോലത്തെ റീൽ എന്നെ പോസ്റ്റ് ചെയ്യും. എല്ലാ ദിവസവും ഗൈസ് നിങ്ങൾ ഒരാളുടെ മുഖം തന്നെ അല്ലേ കാണുന്നത് ഗൈസ്. അതുകൊണ്ട് അതേ ലൊക്കേഷനിൽ വേറെ ആൾക്കാരെ കാണിക്കുന്നത്. ആക്ച്വലി എനിക്ക് എന്തായാലും 2 ഫോട്ടോയോ ഒരു റീല് മാത്രം മതി. എനിക്ക് അങ്ങനെ ഒരേ കോസ്റ്റ്യൂമിൽ റിപ്പീറ്റ് ചെയ്തിടാൻ ചില ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. ഇവർ മറ്റേ ഒരേ ഡ്രസ്സിൽ 10 റീലോ 15 റീലോ എന്ത് വേണേലും ഇടും. ഡിക്സനെ കാണാൻ പറ്റുന്നില്ല. ഡിക്സൺ ഇപ്പൊ പറഞ്ഞെന്താണെന്ന് വെച്ചാല് കാശുള്ള വീട്ടിലെ കൊച്ചായിരുന്നെങ്കിൽ ഡിക്സൺ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് കടയിലേക്ക് വിടറാന്ന് പറഞ്ഞിട്ട് കടയിൽ പോയിട്ട് ഒരു ജീൻസ് ഷർട്ടും ഒക്കെ വാങ്ങിച്ചിരുന്നു. ഇപ്പൊ ഇത് പറഞ്ഞു നിർത്തിയുള്ളൂ. പക്ഷെ ഞാൻ ക്യാമറ ഓൺ ചെയ്യുമ്പോൾ എന്തോ ഒളിച്ചിരിക്കുകയാണ്. എന്റെ കൂടെ പഠിച്ച എന്റെ കൂട്ടുകാരനായ ഡിക്സൺ എങ്ങനെ നിന്റെ കൂട്ടുകാരനായി? ആരുടെ സമയദോഷ? നീ കുഞ്ഞു പിള്ളേരോടെ കളിച്ചു നടക്കാണല്ലോ ഇപ്പോഴും. ഡിക്സൺ മറ്റേ ടോമിനോടെ ലുക്കാണോ? അതാണോ ഹെയർ സ്റ്റൈൽ? ടോമിനോടെ ഹെയർ സ്റ്റൈല് താടി അതൊക്കെയാണോ ട്രൈ ചെയ്തത്? പിന്നെ ഗൈസ് അങ്ങനെ ഞാൻ എന്റെ അനിയന്റെ കൂട്ടുകാരനെ കിട്ടി. അപ്പൊ നമ്മളിപ്പോ അങ്ങോട്ടാണ് പോകുന്നത്.
ആർക്ക് ചായ ഒന്നും വേണ്ടെന്നാണ് ഇവിടെ വന്നപ്പോൾ പറഞ്ഞത്. ഓർഡർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തരായിട്ട് കോഫി ലൈറ്റ് ടീ അത് ഇതൊക്കെ ഓർഡർ ചെയ്യാൻ തുടങ്ങി. ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും യൂട്യൂബ് ചാനലുണ്ട്. ആരും വീഡിയോ ഒന്നും ഇടാറില്ല എന്നുള്ളത്, പക്ഷെ എല്ലാവർക്കും ചാനലുണ്ട്. നിനക്ക് എന്താ പ്രശ്നം? നിന്റെ യൂട്യൂബ് ചാനൽ എന്താ പ്രശ്നം? മ്യൂസിക്കിന്റെ ആണോ? എടാ അത് നീ ഇടുന്ന മ്യൂസിക്കിന്റെ വല്ലതും ആയിരിക്കും. ഞാൻ എന്റെ ഇൻസ്റ്റയിലിട്ട വീഡിയോ അതല്ലേ. ആരാ ഇവന് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ഒക്കെ കൊടുക്കുന്നത്? ഗൈസ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ചായ കോഫി ഒന്നും വാങ്ങിച്ചില്ല. ഇപ്പൊ നമ്മൾ നേരെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വേറൊരു സ്ഥലത്തേക്ക് പോവാണ്. അവിടെ പോയിട്ടായിരിക്കും പിന്നെ തിരിച്ചു വന്നിട്ടായിരിക്കും നമ്മൾ ചായ കുടിക്കുന്നതെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് പോയിട്ട് വരാം. ഗൈസ് ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ യൂട്യൂബിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള എനിക്കാണ്. ഇവൻ 5 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ, ഇവന് 2 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. എനിക്ക് 1850 ഉണ്ട്. അക്ഷയ്, ഹലോ അക്ഷയ്. എന്താ നീ തുടങ്ങുമ്പോ? ഞാൻ ലോങ് വീഡിയോയുടെ ആളാണ്. നിങ്ങൾക്ക് എന്താണ് ഷോർട്സിനാ ഇത്ര ഇഷ്ടം? അതാവുമ്പോ ഒന്നും ഇല്ലല്ലോ, ആരെങ്കിലും കാണുമല്ലോ എന്നുള്ളൊരു പ്രതീക്ഷ. റീല് കാണത്തില്ലേ, റീല് കണ്ട് മടുക്കുമ്പോഴത്തേന് മിക്ക ആൾക്കാരും ഉണ്ടല്ലോ യൂട്യൂബിൽ പോയിട്ട് യൂട്യൂബിൽ ഷോർട്സ് കാണും. അപ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്ന അതിന്. ഞാൻ ഈയിടെ എടുത്ത് കണ്ടോ ഒരു പെങ്കൊച്ച് പറഞ്ഞു മറ്റേ ഇൻസ്റ്റാഗ്രാം ഒരുപാട് സ്ക്രോൾ ചെയ്യുന്നുണ്ട്, ഇൻസ്റ്റ അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞു, എന്നിട്ട് പോയിട്ട് യൂട്യൂബിലെ ഷോർട്സ് സ്ക്രോൾ ചെയ്യണമെന്ന്. അതുപോലെയാണ് നമ്മളിപ്പോ നമ്മൾ എങ്ങോട്ടാണ് പോന്നെ? എങ്ങോട്ടാണെന്ന് പോലും അറിയാതെ ഡ്രൈവർ വണ്ടി ഓടിക്കുകയാണ്. അങ്ങനെ പൊക്കോട്ടിരിക്കുകയാണ്. பெரிய பெரிய காடு தாண்டி கடலை தாண்டி மலையெல்லாம் தாண்டி ദൂരമാ പോരാ. ബാക്കി എല്ലാവരും നല്ല ഡ്രസ്സ് ഇട്ടിരിക്കുന്നതുകൊണ്ട് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. ഡിക്സന് മാത്രം ഒന്നും പറ്റുന്നില്ല. മനസ്സിലായോ? എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ഡ്രസ്സ് ഇട്ട് പുറത്തിറങ്ങുമെന്ന് മനസ്സിലായോ? അതുകൊണ്ട് ഡിക്സ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാതെ മാറി നിൽക്കുകയാണ്. കുറച്ച് സൂം ചെയ്യും. ഗൈസ് അങ്ങനത്തെ ഇവിടുത്തെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചുകൊണ്ടാണ് ആദ്യം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തത്. പക്ഷെ മുടി അരിച്ചിട്ടെടുത്ത ഫോട്ടോസാണ് എനിക്ക് ഇഷ്ടമായത്. ഒരു വീഡിയോ ഒക്കെ എടുത്തു, കുഴപ്പമില്ല. ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്യാം. ഇന്നത്തേക്കുള്ള കണ്ടന്റ്. അപ്പം നമ്മൾ ഇനി ചായവാലയിലേക്ക് പോയിരുന്നിട്ട് പാപ്പുവിൻ്റെ ഫ്രണ്ട് അവൻ എനിക്ക് പറഞ്ഞു, എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ സ്പോട്ടിൽ തന്നെ എഡിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. ഇവരുടെ ഫോട്ടോഷൂട്ടൊക്കെ നേരത്തെ കഴിഞ്ഞ് ഇവരൊക്കെ ചുമ്മാ എടുക്കുന്നതെന്നുള്ളൂ. ഇവരൊന്നും എവിടെയും പോസ്റ്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കൂട്ടത്തിൽ ഫോട്ടോ എടുത്താൽ കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന ആളെ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് പോകാം. ബൈ ബൈ. എന്ത് നല്ല ലൈറ്റിംഗ് ഉണ്ട്. ശരിക്കും വേറൊന്നും വേണ്ട. നമ്മുടെ ഫോട്ടോഷൂട്ട് കഴിഞ്ഞ് ക്ഷീണിച്ചു. ഇപ്പം നമ്മൾ തന്നെ തിരിച്ചുവിടെ വന്നിട്ട് ഞാൻ ബൂസ്റ്റ് കുടിക്കുകയാണ്. ക്യാമറയൊക്കെ ഭയങ്കര ബ്ലറായിട്ടിരിക്കുന്നത്. തുടക്കണം എന്താ ഗൈസ് ഇവിടെ ഇരുന്നിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ റിപ്പോർട്ട് അടിച്ച് കളയുന്നതിനെ പറ്റി ഇവർ പ്ലാൻ ചെയ്യുന്നു. പക്ഷേ അപ്പം ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്തു, മുടിയൊക്കെ പിന്നെ ഇവിടെ കിട്ടി അഴിച്ചൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ വയ്യ ക്ഷീണിച്ചു. ഇപ്പം എൻ്റെ ബൂസ്റ്റർ ചായയിൽ വന്നിരുന്നിട്ട് ചായ കുടിക്കുകയാണ്. ഡിക്സൺ സുലൈമാനി ബൂസ്റ്റ് കോഫി. ഹായ് ഗൈസ്, അങ്ങനെ ബൂസ്റ്റർ ചായയിൽ സ്നാക്സ് ഒന്നും ഇല്ലായിരുന്നു. നമ്മളിപ്പോൾ ബൂസ്റ്റർ ചായ ഇറങ്ങി നമ്മൾ അടുത്ത ഷോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ നടന്ന് ബജ്ജിക്കടയിലൊക്കെ ഇത്രയും തിരക്കാണ്. ഞാനിപ്പോൾ ആലേക്കുന്ന ഒരു ബജ്ജിക്കട തുടങ്ങിയാലോ എന്നാണ്. ഹായ്, അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഒരു പാഴ്സലൂടെ വാങ്ങി. പക്ഷേ ഇവിടെ തന്നെ ആള് കൂടിയിട്ടുണ്ട്, പിന്നെ ആള് കൂടി. അപ്പോൾ നമ്മളിവിടുത്തെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഇനി വീട്ടിലേക്ക് പോകണം. ഇനി ഫോട്ടോസ് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. എപ്പോൾ ഇറങ്ങിയതാ? വീട്ടിലെത്തുമ്പോഴത്തേക്ക് രാത്രിയോ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഒന്നും ചെയ്തില്ല. പുറത്ത് പോയി 2 ഫോട്ടോ എടുത്ത് ചായ കുടിച്ചു. കേട്ടില്ല. എന്റെ വീട്ടിലുള്ള ആരും എന്നെ സഹായിക്കാറില്ല വീഡിയോ എടുത്ത് തരാൻ. ഞാൻ തന്നെയാണ് എന്റെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇനി ഞാൻ യൂട്യൂബില് വീഡിയോസ് ഇട്ട് ഞാൻ ഫേമസ് ആയി കുറെ സബ്സ്ക്രൈബേഴ്സ് വേണം മൈക്ക് വാങ്ങിക്കാൻ.